ഇന്നിറങ്ങുന്ന ചില സിനിമകൾ യുവാക്കളെയും സമൂഹത്തെയും മോശമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. വയലൻസ്, മയക്കുമരുന്ന് തുടങ്ങിയവ സിനിമയിൽ വളരെ സാധാരണ സംഭവമായി കാണിക്കുമ്പോൾ അത് കുട്ടികളെയും ചിന്തിക്കാൻ കഴിവില്ലാത്ത മുതിർന്നവരെയും ദോഷകരമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ കറങ്ങി നടന്ന് 5 പേരെ കൊന്ന ശേഷം ഹീറോയെ പോലെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന യുവാവും നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടത്തിയ വയോധികനും അത്തരത്തിലുള്ള ആളുകളാണ്. പണ്ട് സിനിമകളിൽ ഒരു കൊലപാതകമോ മയക്കുമരുന്നോ വാക്കുകൾ കൂടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതെല്ലാം ചെയ്തു കാണിക്കുകയാണ്. സിനിമ വിനോദാഭാദിയാണ് എന്നും അത് 1% പോലും സമൂഹത്തെ മോശമായി സ്വാധീനിക്കാൻ പാടില്ല എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. വയലൻസ് ഉള്ള സിനിമകൾ നിർമ്മിക്കില്ലെന്ന് നിർമ്മാതാക്കൾ തീരുമാനമെടുക്കണമെന്നും ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകില്ല എന്ന നിയമം കേന്ദ്രത്തിൽ കൊണ്ടുവരണമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. വയലൻസ്, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ സംഭവങ്ങൾ വളരെ സ്വാഭാവികമായി സിനിമയിൽ കാണിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് കുട്ടികളെ സ്വാധീനിക്കും. ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, നമ്മൾ അംഗീകരിച്ച നായകന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നൊരു തോന്നലുണ്ടാകും. കാരണം ഈ നായകന്മാർ ആഘോഷിക്കപ്പെടുകയാണ്. അവർ വയലൻസ് കാണിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും കാണിക്കുന്നതാണ് ഹീറോയിസം. അവരെ ജനങ്ങൾ ഭയങ്കരമായി ആരാധിക്കുന്നു. അതൊരു തെറ്റായ പ്രവണതയാണ്. പണ്ടത്തെ സിനിമകളിൽ ഒരു നായകനും ഒരു വില്ലനും ഉണ്ടാകും. ഈ വില്ലനെ അടിച്ചമർത്തി നിയമപരമായി പോലീസിൽ ഏൽപ്പിക്കും. കൂടുതൽ പോയാൽ ഒന്ന് വെടിവെച്ചു കൊല്ലും. ഇതാണ് കാണിച്ചിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് വളരെ ക്രൂരമായി വെട്ടുകത്തി എടുത്ത് കൊല്ലുക, എന്നിട്ട് ചോരപ്പുഴ ഇങ്ങനെ ഒഴുകുന്നു, ചോര ചീറ്റുന്നു, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അനീതി കാണിച്ചവനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും തെറ്റായാകും സമൂഹത്തെ ഇതൊക്കെ സ്വാധീനിക്കുന്നത്. മാർക്കോയിൽ തന്നെ വലിയ മാസായി കാണിക്കുന്ന നായകൻ ഒരു ഇറച്ചി കഷ്ണം കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് കാണുമ്പോൾ പുലി കാട്ടിൽ മാംസം കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് അതിൻ്റെ ഭക്ഷണമാണ്. പക്ഷെ അതിൻ്റെ മുഖത്ത് ആ സമയത്ത് വരുന്ന ഒരു ക്രൂരതയുണ്ടല്ലോ, ഇത് മനുഷ്യന് വരാൻ പാടില്ലാത്ത ഒരു ഭാവമാണ്. ഒരാളെ കൊല്ലുക, അത് പറയുന്നതിനേക്കാൾ വലിയ വികൃതമാണ് ഇറച്ചി കഷ്ണം കടിച്ചുകൊണ്ട് ക്യാമറയിലേക്ക് നോക്കുക എന്നുള്ളത്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഭയാനകമായ സീനുകളാണ് അതെല്ലാം. അതിൻ്റെ നിർമ്മാതാവ് തന്നെ ഇനി ഇത്തരം സിനിമകൾ ചെയ്യില്ല എന്ന് പറഞ്ഞതായി കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. ശരിക്കും നിർമ്മാതാക്കൾ ഇത്തരം സിനിമകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത്തരം സിനിമകൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ സെൻസർ ബോർഡ് ഇത്തരം മുഴുനീള വയലൻസ് ഉള്ള സിനിമകൾ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു.